നമ്മുടെയൊക്കെ വീട് നമ്മൾ ഒത്തിരി ക്ലീൻ ആക്കാറുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തോരം ക്ലീൻ ചെയ്താലും നമുക്ക് മനസ്സിനൊരു തൃപ്തി വരാറില്ല ചില സമയത്ത്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നമ്മളെല്ലാവരും? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്കമാലിക്കടുത്ത് മള്ളുശ്ശേരിയിൽ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനി പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കമ്പനീനെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? നമസ്കാരം, എൻ്റെ പേര് ബിനോയ് റീസ് എന്നാണ്. ഞാൻ പ്രോമിസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസ് കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രോമിസ് എന്ന് പറഞ്ഞ കമ്പനി എന്തൊക്കെ സർവീസാണ്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡീപ്പ് ക്ലീനിങ് സർവീസാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾക്ക് ആനുവൽ കോൺട്രാക്റ്റ് ഉണ്ട്, പ്ലംബിങ്, വയറിങ്, ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളുടെയും കോൺടാക്റ്റ് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? അതുപോലെ തന്നെ ഈ കമ്പനി നമ്മൾ എങ്ങനെയൊക്കെയാണ്, എത്ര പരിധിക്കുള്ളിലാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നത്? നമ്മളുടെ ലോക്കലാണോ അതോ ഓൾ ഓവർ കേരളയാണോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മള്ളുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. നമ്മൾ ഓൾ ഓവർ കേരളയായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തു പോകുന്നത്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമ്മുടെ സർവീസിന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് 5 കിലോമീറ്ററിന് ചുറ്റളവിൽ നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഈടാക്കില്ല. അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിന് നമ്മൾ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരാൾ വിളിച്ചിട്ട് ഒരു സർവീസ് അവർക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആ സർവീസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യണം? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മൾ ഒരാൾ വിളിച്ച ഒരു എൻക്വയറി നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻക്വയറി അന്വേഷിച്ചു. കറക്റ്റായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, നമ്മൾ സ്ക്വയർ ഫീറ്റിനും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തത്തിലെടുത്ത് ഒരു ലംസം എമൗണ്ടിലും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് ചാർജ് നമ്മൾക്ക് 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് 1500 സ്ക്വയർ ഫീറ്റ് വരെ നമ്മളൊരു ഫിക്സഡ് ചാർജാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് വരുന്ന ഓരോ ചാർജുകളും നമ്മളതിൻ്റെ ഏരിയ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജും ഈടാക്കുന്നില്ല. ഓക്കെ. ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? മുൻകാല പരിചയം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഹോസ്പിറ്റൽസിൻ്റെ ഇൻചാർജ്, ഹൗസ് കീപ്പിങ്ങിൻ്റെ ഇൻചാർജ് ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസും പിന്നെ NIBH അക്രഡിറ്റേഷൻ പോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സായ വ്യക്തിയാണ് ഞാൻ. ഡിസിൻഫെക്റ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ചേട്ടൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. ഇവിടെ നമ്മുടെ കമ്പനിയിൽ എത്ര സ്റ്റാഫുകളുണ്ട്? നമുക്കിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയത് കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 സ്റ്റാഫിനെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സെക്ഷനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിന്, ഒരേ ടൈമിൽ 2 സൈറ്റ് വർക്ക് ചെയ്യാൻ പാകത്തിന്, ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പാകത്തിന്. അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പർവൈസേഴ്സ് കറക്റ്റായിട്ട് നമ്മളുടെ ഓരോ സൈറ്റിലും സൂപ്പർവൈസർമാരുണ്ടാവും. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് നിങ്ങളുടെ ഒരു സർവീസിന് ഡീപ്പ് ക്ലീനിങ് ചെല്ലുമ്പോൾ മെയിനായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഡീപ്പ് ക്ലീനിങ്ങിൽ പെടുന്നത്? ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ ടോപ്പ് ടു ബോട്ടം വരെയാണ് നമ്മളുടെ ഡീപ്പ് ക്ലീനിങ് സർവീസ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫാന്, ലൈറ്റ് ഫിറ്റിങ്സ്, ഡോറുകൾ, വിൻഡോസ്, അങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഡസ്റ്റ് ഫ്രീ ആക്കിയതിന് ശേഷം വാക്യൂം ചെയ്യേണ്ടത് വാക്യൂം ചെയ്തെടുക്കുന്നു, ഡസ്റ്റ് ഫ്രീ ആക്കുന്ന സാധനങ്ങൾ ഡസ്റ്റ് ഫ്രീ ആക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടും മെഷീൻ ഉപയോഗിച്ചാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് മെഷീൻ ഉപയോഗിച്ചുള്ള ക്ലീനിങ് ആണ്. അതായത് ഫ്ലോറ് നമ്മൾ സ്ക്രബിംഗ് മെഷീനാണ്, സിംഗിൾ ഡിസ്ക് എന്ന് പറയുന്ന സ്ക്രബിംഗ് മെഷീൻ. അത് പോളിഷ് ചെയ്യുന്നതുകൊണ്ട്, ഹാർഡായിട്ടുള്ള സർഫേസ് ചെയ്യുന്നുണ്ട്, ബ്രഷുകൾ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സിംഗിൾ ഡിസ്ക്കാണ് സ്ക്രബിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വാക്യൂം ചെയ്ത് ഡ്രൈ ആക്കിയാണ് നമ്മൾ ഫ്ലോറ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ് ഉപയോഗിക്കുന്ന ഈ മെഷീനറീസ്, ഇവിടെ ഇരിക്കുന്ന മെഷീനറീസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ മെഷീനറീസിൻ്റെ എന്തൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ചോദിച്ചറിയാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്യൂം ക്ലീനർ എന്ന് പറയുന്ന സാധനമാണ്. ഇത് വെറ്റ് ആൻഡ് ഡ്രൈ, വെറ്റിനും യൂസ് ചെയ്യാം, നമുക്ക് ഡ്രൈക്കും യൂസ് ചെയ്യാം. ഡസ്റ്റ് വലിക്കാനും വെറ്റ് ആയിട്ടുള്ള ഫ്ലോറുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സിംഗിൾ ഡിസ്കിൻ്റെ കൂടെ നമ്മൾ വെള്ളം വലിച്ചെടുത്ത് ഫ്ലോറ് ഡ്രൈ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇത് നമ്മൾക്ക് വരുന്ന മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ സെറ്റി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. സോഫ സെറ്റി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനാണിത്.
വരുന്നത്. ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റി സോഫകൾ മൊത്തം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇത് ഈ മെഷീന് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ സിംഗിൾ ഡിസ്ക്കാണ്. ഇത് ഫ്ലോറ് കംപ്ലീറ്റ് സ്ക്രബ് ചെയ്തെടുക്കുന്ന മെഷീനാണ്. ഇത് നമ്മൾ വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ കെമിക്കലും വെള്ളവും ആഡ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഫ്ലോറിൽ വരും. നമുക്ക് മെഷീൻ അങ്ങനെ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ. പിന്നെ നമുക്ക് കൈ എത്താത്ത ഏരിയകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഡസ്റ്റുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ബ്ലോവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പവർ വാഷാണ്. പ്രഷർ വാഷ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഹാൾ ഏരിയകൾ അങ്ങനെയുള്ള ഹാർഡ് സർഫേസുകൾ നമുക്ക് പ്രഷർ ജെറ്റ് ഉപയോഗിച്ച് അടിച്ചു കളയാവുന്ന മെഷീനാണ് നമ്മൾക്ക് ഉള്ളത്. ഇത്രയും മെഷീനുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡീപ്പ് ക്ലീനിങ് കൂടാതെ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ ഫെസിലിറ്റി സർവീസായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഉള്ളത് സോളാർ പാനൽ ക്ലീനിങ്, വാട്ടർ ടാങ്ക് ക്ലീനിങ്, പൂൾ ക്ലീനിങ്, പ്ലംബിങ് ആൻഡ് വയറിങ്, ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഗാർഡൻ വർക്കുകൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വീടിന് ആവശ്യമായ എന്തൊക്കെയാണോ നമ്മളുടെ കാര്യങ്ങൾ അതെല്ലാം നമ്മളുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഉൾപ്പെട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ പ്രോമിസ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് അത്താണി എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നായാലും അങ്കമാലി ടൗണിൽ നിന്നായാലും ഏകദേശം 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മള്ളുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഈ ഓഫീസിൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും കമ്പനിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, ആവശ്യക്കാർ വിളിക്കുക. വളരെയധികം നല്ലൊരു സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.